ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഞാൻ പ്രൈവറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ടും ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രൈവറ്റ് റീഡിങ് കുറച്ചുകൂടിയും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യും. അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇമെയിലിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓറൽസ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിനെ ഫോളോ ചെയ്യുന്നുണ്ട് വെച്ചാൽ അവിടെ DM ചെയ്യാം. അതുമല്ല വെച്ചാൽ വെബ്സൈറ്റിൽ ഒരു വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്. എൻ്റെ വെബ്സൈറ്റിൽ പോയി ചാറ്റ് ഐക്കണിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം. അവിടെയും ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിങ് എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് നോക്കാം. ആൻഡ് ഈ വീഡിയോന്ന് എൻഡ് വരെ കാണുക. എൻഡിലാണ് ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഏരീസ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ എന്താ ഡീറ്റെയിൽസ് നമ്മൾക്ക് അവിടെ നോക്കാം. ഹലോ നമസ്കാരം. അപ്പോൾ ഏരീസ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിന്റെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് കിങ് ഓഫ് കപ്സ്. നിങ്ങൾ ഒരു സ്കോർപ്പിയോയുടെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. അതല്ല ചെയ്തൊരു വാട്ടർ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജിയാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഈ സമയത്ത് കറണ്ട് സിറ്റുവേഷൻ, നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ കറണ്ട് സിറ്റുവേഷൻ ഒരു ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് ഒരു കിങ് ഓഫ് കപ്സ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു വാട്ടർ സൈനിന്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ എനർജി കൂടി ആവാം. കുറെ ഇമോഷൻസിന്റെ എനർജിയാണ് ഇത്. പക്ഷെ ഈ കിങ് ഓഫ് കപ്സ് യൂഷ്വലി അവരുടെ ഫീലിങ്സ് അത്ര ഓപ്പൺ അല്ല, അവർ എക്സ്പ്രസ് ചെയ്യാറില്ല. മേ ബി നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും ഫീൽ ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് അങ്ങനെ തുറന്ന് സംസാരിക്കുന്നില്ല, ഒന്നും ഇമോഷൻസ് ഓപ്പണായി എക്സ്പ്രസ് ചെയ്യില്ല എന്ന്. ഈ പേഴ്സന്റെ എനർജി ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ട്രൈ ചെയ്യണത്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യണത്. ഒരു സ്റ്റേബിൾ ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവരെ എക്സ്പെക്ട് ചെയ്യണത്, ഹോപ്പ് ചെയ്യണത്. ഇവിടെ കോമൺ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഈ സമയത്ത് ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പൊ ക്വീൻ ഓഫ് കപ്സ് ഒരു വേറൊരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇപ്പോ കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സ് ആക്ച്വലി ഒരു ഡിവൈൻ പെയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് കുറെ ഒരു കമ്പാറ്റബിൾ പെയറാണ്. കുറെ ഒരു ഇമോഷണലി അവർ സെയിം വേവ് ലെങ്തിലാണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഞാൻ കാണുമ്പോൾ നല്ല ഒരു ഇമോഷൻസ്, ലവിന്റെ എനർജിയാണ്. ചില കേസസിൽ ഇത് മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഫ്യൂച്ചർ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്, അങ്ങനെയും ആവാം. ഓറൽസ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ അത് അങ്ങനെ എനിക്ക് അത്ര ഒരു എനർജി അതിന്റെ കിട്ടുന്നില്ല. എവിടെയൊക്കെ പോസിറ്റീവ് കാർഡ്സ് ആണ് ഞാൻ കാണുന്നത്. നമ്മൾ ക്ലാരിഫൈ ചെയ്യാം, ഈ കിങ് ഓഫ് കപ്സ് ഇവിടെ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഏസ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സന്റെ എനർജി ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ്? 6 of swords. ആൻഡ് ക്വീൻ ഓഫ് കപ്സ് എന്താണ് സിറ്റുവേഷൻ? 2 of wands. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സഡൻ ട്വിസ്റ്റ് ഞാൻ കാണുന്നുണ്ട് ഈ സ്റ്റോറിയിൽ. 2 of wands കറന്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു ക്രോസ് റോഡ്സിലാണ്. നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാനാണ് നോക്കണത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾ രണ്ടാൾക്കും. ഈതർ നിങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോകും, ഓറൽസ് ഇതിനെ ഇവിടെ തന്നെ വിട്ടിട്ട് വേറൊരു പുതിയ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ചില കേസസിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ മേ ബി നിങ്ങൾ ആ ക്രോസ് റോഡ്സിലായിരിക്കും ഈ സമയത്ത്. നിങ്ങൾ മാരീഡ് അല്ല വെച്ചാൽ മേ ബി ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ നിങ്ങൾ രണ്ടാളും ഷുവർ അല്ല ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാ മുമ്പോട്ട് പോവാന്ന്. നിങ്ങളുടെ സൈഡിൽ ഏസ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ കുറെ പാഷനറ്റ് ആണ് ഈ പേഴ്സണെ കുറിച്ച്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. ഈ പേഴ്സന്റെ എനർജി പക്ഷെ 6 of swords ആണ്. ഈ പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷന്റെ എനർജിയിലാണ് അവര്. ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് മുമ്പേ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല വെച്ചാൽ എന്തോ അത് കാരണം ഇഷ്യൂസ് ഉണ്ടായിരുന്നു.
പക്ഷെ ഈ പേഴ്സൺ അത് വിട്ടിട്ട് ഇപ്പോൾ സ്റ്റേബിലിറ്റിയുടെ ഡിറക്ഷനിലേക്കാണ് പോകേണ്ടത്. അത് മേ ബി അവർ നിങ്ങളുടെ കൂടെയാണോ സ്റ്റേബിലിറ്റി വേണ്ടേ, ഓരൽസ് ഒരു പുതിയ ഡിറക്ഷനിലാണോ, അത് നമ്മൾക്ക് നോക്കാം. പക്ഷെ ഡെഫിനറ്റ്ലി ഇവിടെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ഡിസൈഡിങ് മൂമെന്റ് ആണ്. അപ്പൊ ഈ 2 ഓഫ് വോൺസ് ഇവിടെ എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഈ 2 ഓഫ് വോൺസ് വന്നേ? 6 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരു ക്രോസ് റോഡ്സിൽ, ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടായില്ല. ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻവെസ്റ്റഡ് ആയിരുന്നു, മറ്റേ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല, അത്ര ഓപ്പൺ അപ്പ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നത്. ഈ 6 ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ? 5 of swords and 2 of swords. അപ്പോൾ അഗൈൻ എല്ലാം ആ സിറ്റുവേഷനിൽ തന്നെ വന്ന് നിൽക്കണത് ഈ റീഡിങ്. എന്തോ ഈ റിലേഷൻഷിപ്പിൽ ഇംബാലൻസ് ഉണ്ടായിരുന്നു. കുറെ മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഫൈറ്റ്സ് ഉണ്ടായി, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായി. അപ്പോൾ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വാക്ക് അവേ ചെയ്യണോന്ന് അങ്ങനത്തെ ഒരു സംശയമായിട്ടാണ് നിൽക്കുന്നത്. 2 of swords അഗൈൻ ഒരു ഡിസിഷന്റെ എനർജിയാണ്. ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസിഷൻ ഉണ്ട്, എന്താ നിങ്ങൾക്ക് ചെയ്യണ്ടേന്ന് ആ ജംഗ്ഷനിലാണ് നിങ്ങൾ രണ്ടാളും ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ രണ്ടാളും ഇതുവരെ തീരുമാനിച്ചില്ല ഒന്നും, പക്ഷെ ആ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് കറന്റ്ലി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് നമ്മൾക്ക് നോക്കാം. ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യണത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മെജിഷ്യൻ. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് വേണം. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ മാരിഡ് അല്ലച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് കാണുന്നത്, ഒരു പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ്, സ്ട്രോങ് ഫ്യൂച്ചർ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ പേഴ്സന്റെ കൂടെ. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് 9 of wands ആണ്. ഈ പേഴ്സൺ കുറച്ചൊരു ഹെസിറ്റന്റ് ആണ്, അവർ ഷുവർ അല്ല, അവരുടെ എനർജി പിടിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ അവർ ഷുവർ അല്ല ഇത് അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ആവുമോ, ഇത് വർക്ക്ഔട്ട് ചെയ്യാവോ. ഇവിടെ സെപ്പറേഷനും ഞാൻ കാണുന്നുണ്ട്, ചില ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ അത്ര തുറന്ന് സംസാരിക്കണില്ല, ഓപ്പൺ അപ്പ് ആവണില്ല. അപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പ് എന്താ വേണ്ടതെന്ന് അറിയാണ്ട് നിങ്ങൾ രണ്ടാളും വെയിറ്റ് ആണ് ചെയ്യണത്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? 5 of cups ആണ് ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നത്. 8 of swords. അപ്പോൾ അഗൈൻ ഇവിടെ ഒരു എനർജി ഉണ്ട്, ബ്ലോക്ക്ഡ് എനർജി ഉണ്ട്. നിങ്ങൾ രണ്ടാൾക്കും തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് വർക്ക്ഔട്ട് ചെയ്യണില്ല, മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയി. ആ ഒരു കേജിലാണ് നിങ്ങൾ പെട്ടണത്. നിങ്ങൾ രണ്ടാളും ആ മെന്റാലിറ്റിയിലാണ് സ്റ്റക്ക് ആയിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പുറത്ത് വന്നാലേ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഫോർവേഡായി പോവല്ലോ. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻസ് എന്താണ്? ഫ്യൂച്ചർ ഇന്റൻഷൻസ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടേ? ഇന്റൻഷൻസ് നിങ്ങളുടെ എന്താണ് ഈ റിലേഷൻഷിപ്പിന്? ജസ്റ്റിസ്. ഈ പേഴ്സന്റെ ഇന്റൻഷൻസ് എന്താണ്? Ace of Swords. അപ്പോൾ ഇന്റൻഷൻ വൈസ് കണ്ട ഇവിടെ രണ്ടാൾക്കും ഒരു സെയിം ഇന്റൻഷൻ ആണ്. നിങ്ങൾക്ക് ബാലൻസ് വേണം, ഫെയർനെസ് വേണം, റീകൺസിലിയേഷൻ വേണം. ഈ പേഴ്സണും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ക്ലാരിറ്റി വേണം, ആൻഡ് ഒരു പുതിയ ബിഗിനിങ് വേണം. അപ്പോൾ രണ്ടാളുടെയും ഇന്റൻഷൻസ് ഒരു മാതിരി തന്നെയാണ്. ജസ്റ്റിസ്, ലീബ്ര എനർജിയാണ് ഇവിടെ. 7 of Swords, Ace of Swords, ഇവിടെ Page of Wands. അപ്പോൾ ഈ പേഴ്സണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരു കോൺവെർസേഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു ക്ലാരിറ്റി വേണം. എന്താണ് ഇവിടെ ഉണ്ടാവാൻ, നമ്മൾക്ക് എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, എന്താണ്, എന്താ കറന്റ് സിറ്റുവേഷനിൽ ചെയ്യണ്ടേ, അതൊക്കെ അവർക്കൊരു ക്ലിയർ ആയി ഒരു റോഡ് മാപ്പ് വേണം. നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് ബാലൻസ് വേണം, പക്ഷെ നിങ്ങൾ എവിടെയോ എന്തോ അവോയ്ഡ് ചെയ്യാനാണ് നോക്കണത്. മേ ബി നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ ഈ പേഴ്സണെ കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചൊരു ഡിഫിക്കൾട്ട് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്കും സ്റ്റെബിലിറ്റി വേണം, പക്ഷെ നിങ്ങൾ ആ കോൺവെർസേഷൻ ഉണ്ടാവാണ്ട് എങ്ങനെയാ ഇത് ശരിയാക്കാൻ പറ്റുമെന്ന് അങ്ങനെയാണ് നിങ്ങൾ നോക്കണത്. അപ്പൊ ഇവിടെ ഈ പേഴ്സന്റെ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ? ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഒരു മെസ്സേജ് അയക്കും.
നിങ്ങളുടെ സൈഡിൽ മൂന്നാണ്. അപ്പൊ നിങ്ങളുടെ സൈഡിന് ഞാൻ അത്ര ആക്ഷൻ കാണില്ല, ഈ പേഴ്സന്റെ സൈഡിനായിരിക്കും ആക്ഷൻ ഉണ്ടാവുക. നിങ്ങൾ കുറച്ചുകൂടി ഒരു ഹിഡൻ ഇമോഷൻസിന്റെ എനർജിയിലാണ്. ഈ പേഴ്സൺ എന്തോ ഇനീഷ്യേറ്റ് ചെയ്യും, ഒരു ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യും, അവരെ നിങ്ങളെ മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാക്കും. ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിലാണ് 5 of Pentacles. ഇവിടെ ഒരു ലോസ് ആയിട്ട് എനർജിയാണ്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്. 3 of Cups ഉണ്ട് ഇവിടെ ചാലഞ്ച് ആയിട്ട്, ആൻഡ് ലവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും തുറന്ന് സംസാരിക്കുന്നില്ല. ഇവിടെ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, അത് ഈ പേഴ്സൺ എന്നെ അത്ര പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല, ഈ പേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് അത്ര ഫീലിങ്സ് ഇല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ് കാരണമാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കുറച്ചൊരു പ്രോബ്ലമിലായിരിക്കണേ. 3 of Cups ചില കേസസിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അത് ഈ പേഴ്സണിന്റെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ട്, വേറെ ചോയ്സസ് ഉണ്ട്, ഓറെൽസ് അവരുടെ സൈഡിനായിരിക്കും ഈ ഫീലിംഗ് ഉണ്ടാവുക. പക്ഷെ അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ രണ്ടാളും കുറെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ട്, നിങ്ങളുടെ തന്നെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഇല്ല, ആൻഡ് ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് എഫക്റ്റ് ആവുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ് ഇവിടെ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ആണ് 10 of Pentacles. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഇത് ഒരു വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് ആണ്, ഇവിടെ ഡൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇൻഫാക്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊരു ഫാമിലി അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടാച്ചാലും കുറെ സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഔട്ട്കം എന്തായിരിക്കും ഇവിടെ ഈ റിലേഷൻഷിപ്പിന്റെ ഫൈനൽ ഔട്ട്കം? 9 of Cups ആണ് ഔട്ട്കം. അപ്പോൾ എല്ലാം കാര്യത്തിലും എല്ലാം ഡിറക്ഷനിലും കാണുമ്പോൾ ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഈ സമയം മാത്രം കുറച്ചൊരു ലോ ഫേസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പക്ഷെ അതൊരു ടെമ്പററി ഫേസ് ആണ്. 4 of Cups ആണ് ഇവിടെ ഞാൻ കാണുന്നത്. 4 of Cups ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റിന്റെ എനർജിയാണ്. അപ്പൊ എവിടെയോ ഈതർ നിങ്ങളുടെ സൈഡിന് നിങ്ങൾ ആ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, ഓരൽസ് ആ പേഴ്സന്റെ സൈഡിന് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അവര് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ അതർവൈസ് ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നില്ല. ഈ ഇഷ്യൂസ് ഒക്കെ ടെമ്പററി ഇഷ്യൂസ് ആണ്. പക്ഷെ നിങ്ങൾ രണ്ടാളും ഇതിനെ സോൾവ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇത് ഈസിലി സോൾവ് ആവും. ഇതൊരു അങ്ങനെ ഒരു ലോങ് ടേം പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് സോൾസ്. അപ്പോൾ യൂണിവേഴ്സും അത് തന്നെ പറയണം, വേഗം ഈ സിറ്റുവേഷനെ സോൾവ് ചെയ്യുക. ഇതിനെ ഡിലേ ചെയ്ത് അത്രയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടി പോയല്ലോ. ആൻഡ് കുറെ പ്രാക്ടിക്കലായി കാര്യങ്ങൾ സംസാരിക്കുക, ക്ലിയർ ആയി കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോഴാണ് ഇതിൽ കുറച്ചുകൂടിയും ഒരു ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ഒറക്കിൾ മെസ്സേജ് കാർഡ്സ് നമ്മൾക്ക് എടുക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് ആണ്. പക്ഷെ ഹെൽത്ത് ഇവിടെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, ഇമോഷണൽ ഹെൽത്ത് കൂടിയാണ്, ആൻഡ് റിലേഷൻഷിപ്പിന്റെ ഹെൽത്തും ആണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് സൈൻ ആണ്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആവും എന്ന്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റിയിലൊക്കെ ബിലീവ് ചെയ്യേണ്ട വെച്ചാൽ അത് ഡെഫിനറ്റ്ലി ഈ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അത് ഗ്രൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇമ്പൾസീവ് ആവില്ല. എനിവേ ഇപ്പോൾ മെർക്യൂറി റെട്രോഗ്രേഡ് ആണ്, ഈ സമയം കമ്മ്യൂണിക്കേഷനിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ, ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടിയും ഒരു സ്റ്റെബിലിറ്റി വരും നിങ്ങളുടെ എനർജിയിൽ, നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇതാണ് ഏരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫോർമാറ്റ് കുറച്ച് ഇപ്രാവശ്യം ഡിഫറെൻറ്റ് ഫോർമാറ്റാണ്. അപ്പോൾ കമൻറ്റ് ചെയ്ത് പറയുക ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിന്. ആൻഡ് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജിയെ കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിന് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയച്ച എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യും. ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.